ഞാനായിരുന്നെങ്കിൽ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞേനെ. അതും പറ്റിയില്ലെങ്കിൽ വെടിവെച്ചു കൊല്ലും, ശവങ്ങൾ ഇറക്കി ആശുപത്രി കൊണ്ടുപോകും. ജന്തർമന്ദറിലെ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുമിച്ച് കൂടിയ സ്ത്രീജനങ്ങളെക്കുറിച്ച് അതിൽ കൂട്ടബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് എന്നൊക്കെ നിലയിൽ പരാമർശം നടത്തിയ TJ മോഹൻദാസ് എന്തായാലും ഈ പരിപാടി നടന്നതേ ഏതെങ്കിലും മതവിശ്വാസത്തിൻ്റെ പേരിലല്ല. മതവിശ്വാസികളായ ആളുകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രൊട്ടസ്റ്റൊന്നുമല്ല. നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടാണല്ലോ നടന്നത്. ഇപ്പം നീ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, വെടിവെച്ച് കൊന്നിട്ട് ആശുപത്രി കൊണ്ടുപോകുന്നു. ഇതുപോലെ നീറ്റ് എക്സാം നടത്തുവാണെങ്കിൽ വെടിവെച്ച് കൊല്ലേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ മതി. ഞങ്ങൾക്ക് ജീവൻ്റെ കാര്യത്തിലൊന്നും ഉറപ്പില്ല. ഏതെങ്കിലും മണ്ടനും അടകോടനും പഠിക്കാതെയും നരകാശം കൊടുത്ത് ഡോക്ടർമാരായി വന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലും തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവൻ എന്താ ഉറപ്പുള്ളത്? എടാ TJ, നിനക്കിപ്പോൾ നല്ല പ്രായമുണ്ടല്ലോ. നാളെ എന്തെങ്കിലും അസുഖം വന്നൊരു ബുദ്ധിമുട്ട് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇതുപോലെ പാസ്സായ ഡോക്ടർമാരാണ് അവിടെ ഇരിക്കണമെങ്കിൽ നിൻ്റെ ജീവൻ്റെ കാര്യത്തിൽ എന്ത് ഗ്യാരണ്ടിയുള്ളത്? ഓരോ മനുഷ്യർക്ക് വേണ്ടിയല്ലേ എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ പെങ്ങമ്മാൾ, അല്ലെ ഞാൻ, എൻ്റെ സമൂഹം, എൻ്റെ സൊസൈറ്റി, ഇവിടെയുള്ള ഓരോരുത്തരുടെയും ജീവനെ വില കൽപ്പിച്ചുകൊണ്ടാണ് ആ മക്കൾ ഒരുമിച്ച് കൂടിയത്. അതിൽ എത്ര നിൻ്റെ പേരമക്കളുടെ പ്രായമുള്ള ആൾക്കാരവിടെ ഇല്ലേ? അതിൽപ്പെട്ട പെണ്ണുങ്ങളെക്കുറിച്ചല്ല ഈ മോശ വർത്താനം പറഞ്ഞത്. അവിടെ വന്ന പോലീസുകാരന്മാരെ ലാത്തിക്ക് കുത്തിയതും അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. അതിൻ്റെ ഇടയിൽ ഈ എന്തിനു വേണ്ടിയാണ് ഈ വെളുപ്പിക്കാനും പരിഹസിക്കാനും വേണ്ടി നടക്കുന്നത്? മനസ്സിലാവുള്ളൂ കേട്ടോ നിൻ്റെയൊക്കെ മനസ്സിൻ്റെ ഈ ഉദ്ദേശമേ. അതിനുശേഷം ABC മലയാളം അത് ന്യായീകരിക്കാനും വെളുപ്പിച്ചൊന്ന് പതപ്പിച്ചെടുക്കാൻ വേണ്ടി എന്നാ പരിശ്രമം കാണിക്കണേ? വല്ല ബോധമുണ്ടോ? പിന്നെ നമ്മുടെ ശശികല ചേച്ചീനൊന്നും കണ്ടിട്ടില്ല. ചേച്ചിയേ, ഹിന്ദു പെൺകുട്ടികളും പാവങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ, ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയാൽ പറഞ്ഞേക്കണം. പിന്നെ ഫെമിനിസ്റ്റുകൾ എവിടെ? സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ സ്ത്രീകളെക്കുറിച്ച് മോശം പറഞ്ഞേക്കുവാ, മിണ്ടുന്നില്ലേ? വയലൻസ് പറഞ്ഞേക്കുവാൻ, ഇത് സംസാരിക്കണില്ലേ? ഇയാൾ ഈ ജന്തർമന്ദറുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റിൻ്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്ന ഇയാൾ ഹാസ്യ രൂപേണ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ്, ആനയാണ്, കൂനയാണ്, തേങ്ങയാണ്, ഇയാൾ സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതാണോ സത്യം? ഈ പരിഹാസമാണോ? ഒരു സമൂഹത്തെ, ഒരു ജനതയെ താറടിക്കലാണോ? ശബ്ദിക്കുന്ന യുവതലമുറയെ നിശബ്ദരാക്കാൻ വേണ്ടി തോക്കും കമ്പും കോലും എടുത്തിറങ്ങിയ പോലീസിനെ ന്യായീകരിക്കണേക്കാൾ നല്ലത് വല്ല ഉച്ഛിഷ്ടം വാരി തിന്നലാണ്. കഷ്ടമുണ്ട് കേട്ടോ, കഷ്ടം. അപ്പം എന്തായാലും ഇയാളുടെ മുന്നത്തൊരു വീഡിയോ ഉണ്ട്, ഇയാൾ RSS അനുഭാവിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ എന്ന് കേട്ടു താങ്ങാനുള്ള കരുത്തുണ്ടോ? എന്റെ ഒരു സെന്റൻസ് താങ്ങാനുള്ള കരുത്ത് നികേഷ് കുമാറിനുണ്ടോ? ഞാൻ പറയട്ടെ, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന, ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് RSS. മോഹൻദാസ്, ഒറ്റ ചോദ്യമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ സംഘടനയിൽ? ഞങ്ങളുടെ സംഘടനയിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് തന്നെ എങ്ങനെ അറിയാം നിങ്ങൾക്ക് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണെന്ന്?